അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആറാമത്തെ ബ്ലോക്കിൽ ടാസ്ക് 2 എന്ന പേരിൽ നമുക്ക് വായിച്ച് പഠിക്കാനുള്ള ഒരധ്യായം സൂറത്തുൻ മിൻ ഹയാത്തി മുവല്ലിഫ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ആധുനിക കാലഘട്ടങ്ങളിലെ ഗ്രന്ഥങ്ങളിലെ ഗദ്യസാഹിത്യ ഗ്രന്ഥങ്ങളിലെ ഭാഗങ്ങൾ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഇത്തരം ഒരു ചാപ്റ്റർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മിൻ കിതാബി മഖാലാത്ത് ഫി കലിമാത്ത് ലിഷെയ്ഖ് അലി തൻതാവിയുടെ മഖാലാത്ത് ഫി കലിമാത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു അധ്യായമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. സൂറത്തുൻ മിൻ ഹയാത്തി മുവല്ലിഫ്, ഒരു ഉദ്യോഗാർത്ഥിയുടെ ജീവിതത്തിൽ നിന്നൊരു ചിത്രം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുപോലെയുള്ള ബാങ്ക് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലെ ഉദ്യോഗാർത്ഥികൾ അവരുടെ മാസാന്ത ശമ്പളം പറ്റലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ചില സാമൂഹിക കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിലുള്ള ഒരു ഹിക്കായത്ത് അല്ലെങ്കിൽ ഒരു വിവരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കഥാരൂപത്തിലുള്ള ഒരു ഗദ്യരൂപത്തിലുള്ള ഒരു സാഹിത്യ കൃതി അല്ലെങ്കിൽ സാഹിത്യകൃതിയിൽ നിന്നെടുക്കപ്പെട്ട ഭാഗമാണിത്. കാന മർത്തബുഹു ഷഹരി അമാമഹു ഫഖദ് അൽഖാഹു അലൽ മക്തബി ഇൽഖാൻ. അദ്ദേഹത്തിൻ്റെ മാസശമ്പളം മുമ്പിലുണ്ട്. ഖദ് അൽഖാഹു അലൽ മക്തബി ഇൽഖാൻ, അയാളത് ഓഫീസിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട്. സലാസു ഖിതഇൻ മിൻ ദവാത്തിൽ മിഅ, 100ൻ്റെ 3 നോട്ടുകൾ. വഖിയത്തും ബി 5 ലൈറാത്ത് മുമസ്സഖ ബാലിയ, പിന്നെ 50 ലൈറയുടെ 5 നോട്ടുകൾ ബാലിയത്തിന് നുരുമ്പിയ. അപ്പോൾ പഴയ നോട്ട് നമ്മൾ കീറാനെടുത്ത നോട്ട് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ നാട്ടിലെ ഈജിപ്തിലെ നോട്ടുമായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളെ 500ൻ്റെ റൂബിയ അല്ല അവിടുത്തെ നോട്ട്. അപ്പോൾ 500ൻ്റെ ചില നോട്ടുകളും 50ൻ്റെ ചില നോട്ടുകളും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലെ 100ൻ്റെ ചില നോട്ടുകളും 50ൻ്റെ ചില നോട്ടുകളും. അത് അലാഹ അദ്ദുഹുൻ വൽ വസ്ഖ് വ കുസൂറും മിനൽ ഫറങ്കാത്ത്. അപ്പോൾ അതിൽ ആ നോട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പഴയ നോട്ടുകൾക്ക് ഉണ്ടാകുന്ന പോലെ എണ്ണയുടെ പാടുണ്ട്, ചെളിയുണ്ട്, ചില അവിടെയും ഇവിടെയൊക്കെ ചില ദ്വാരങ്ങൾ വീണിട്ടുണ്ട്. വക്കാനഫി യദിഹി വറക്കത്തു യുദവ്വിനു അലൈഹ ഹിസാബുഹു. ആ ഉദ്യോഗാർത്ഥിയുടെ കയ്യിലാണെങ്കിൽ ഒരു പേജുണ്ട്, അതിൽ കണക്കെഴുതി വെക്കും. ഹത്താ ഇദാ ഫറഗ നളറ ഫീഹ, അങ്ങനെ സമയം കിട്ടിയാൽ അതിലേക്ക് നോക്കും. വഫറസൽ വറഖാത്തി സലാസ് ലിയുസവ്യഹ അല അൽ ലിഹാം വൽ ഖുബ്ബാസ്. ആ 3 പേജുകൾ അദ്ദേഹം നിരത്തി വെച്ചിട്ടുണ്ട്. റെക്കോർഡുകൾ എഴുതിച്ച 3 പേജുകളുണ്ട്. എന്തിനാണ്? ലിയുവസിഅഹ അലൽ ലിഹാം വൽ ഖുബ്ബാസ് വൽ ഹളരി വസ്സിമാൻ. അപ്പോൾ പൈസ ഇങ്ങനെ ഇറച്ചിക്കാരന് കൊടുക്കാനുണ്ട്, റൊട്ടിക്കാരന് കൊടുക്കാനുണ്ട്, പച്ചക്കറിക്കാരന് കൊടുക്കാനുണ്ട്, നെയ്യ് കൊടുത്തതിന് അളത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പലർക്ക് പീടിയയിൽ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കടം വീട്ടാനുണ്ടാവുമല്ലോ മാസം തേക്കുമ്പോൾ, പറ്റ് തീർക്കൽ. വല അൽ ബാക്കി ഫി ജെയ്ബിഹി, ബാക്കിയുള്ളത് അദ്ദേഹം പോക്കറ്റിൽ വെച്ചു. വലം യഹിസ ബിഖബുൽ റാത്തിബി മസറത്തൻ, സാലറി വാങ്ങിയതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടായില്ല. വലം യഷർ ലിൽ ഇത്തിഫാഖ് ബി അലമി, വേദനയുമില്ല. ബൽക്കാന യാമലു ദാലിക ബിലാ ഫിക്കിരിൻ കദ് ബിഹി ഫിക്കുല്ലി ഷഹരി. ശമ്പളം കിട്ടിയപ്പോൾ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, സന്തോഷവുമില്ല, വേദനയില്ല, സങ്കടമില്ല, ഒന്നുമില്ല. പക്ഷേ അയാൾ എല്ലാ മാസവും ചെയ്യുന്നത് പോലെ ഈ മാസവും ചെയ്തു. യഖ്ബിലു റാത്തിബ് ഫയൂഫിയ ദയൂന കുല്ലഹ, ആദ്യം സാലറി വാങ്ങും, പിന്നെ കടങ്ങളെല്ലാം വീട്ടും. സുമ്മയറിച്ചു, പിന്നെ മടങ്ങി വരും. ഫയസ്തദീനു അല റാത്തിബിൽ ജദീദ്, അങ്ങനെ പുതിയ സാലറി കിട്ടുമ്പോഴേക്കുള്ള കടങ്ങൾ വാങ്ങും. വൈൻ നഖസമിൻഹു ഷൈഉൻ, അങ്ങനെ അത് കഴിഞ്ഞാൽ ഇസ്തഖറഹു അമലം ബിസൽഫത്തിൻ ഒമിൻഹത്തിൻ ഔരിസ്ഖി വൈബി ഗൈറ മുഖ്തസിബ്, അത് കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം കടങ്ങൾ വാങ്ങിത്തുടങ്ങും. വക്കാനത്ത് ഹാദിഹിൽ ഹിക്കായ തതകററു കുല്ല ഷഹർ, എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണ്. ശമ്പളം കിട്ടും, കടം തീർക്കും, ശമ്പളം കിട്ടും, കടം തീർക്കും. കമ തതകററു അയ്യാമഹു കുല്ലുഹാ മുതശാബിഹ മുമില്ല, എല്ലാ ദിവസങ്ങളും ഇങ്ങനെ മടുപ്പ് പിടിച്ചതുപോലെ രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, പതിവ് ഫയലുകൾ പരിശോധിക്കുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ മടുപ്പോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. യുസ്ബിഹു ഫല യന്തളിറു ജദീദൻ ഫിന്നഹാർ, അദ്ദേഹം രാവിലെയാകും.
ഫല യന്തളിറു ജദീദൻ ഫിന്നഹാർ, പകലിൽ പുതുതായൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. വയുംസി ഫല യന്തളിറു ജദീദൻ ഫിസ്സബാഹ്, വൈകുന്നേരമാകും രാവിലെയാകുമ്പോൾ പുതുതായൊന്നും ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയില്ല. ഫഹുയസ്ഹോക്കുല്ലയും, എല്ലാ ദിവസവും ഒച്ചയുണ്ടാക്കും. ഫയക്കൂമിനൽ ഫിറാഷി മുത്തക്കാസിൽ, മടിയോടുകൂടെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കും. ലൈസബ്യഖുഹുഷെയുനിൽ ഇസ്രാ, പെട്ടെന്ന് പോകാൻ അദ്ദേഹത്തെ ഒന്നും പ്രേരിപ്പിക്കുകയില്ല. ലിയാന്നഹു മുവല്ലിഫുൻ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തിനൊരു ഡെയിലി റൊട്ടീനുണ്ട്, അതിലപ്പുറമൊന്നും അദ്ദേഹത്തിനില്ല. വദ്ദവാം വൈൻകാനലഹു മൗഇദുൻ മുഅയ്യൻ, അദ്ദേഹത്തിന് നിർണിതമായ സമയമുണ്ട്, ഒരു പർട്ടിക്കുലറായിട്ടുള്ള ടൈമുണ്ടെങ്കിൽ. ലാക്കിൻ ഹാദൽ മൗഇദു ലാ യുഹദ്ദിദു ഇല്ലാ ഫിൽ ബലാഗാത്തി വൽ അവാമിരി, ആ ഒരു കറക്റ്റ് ടൈം എന്നുള്ളത് അതൊക്കെ കൽപ്പനകളിലും ഓർഡറുകളിലും മാത്രമേ ഉള്ളൂ. വലാ യുഫക്കിറു അഹദുൻ ഫി തംഫീരി, അവരത് നടപ്പിലാക്കാനൊന്നും ഉദ്ദേശിക്കത്തില്ല. വലാ യൽഖൽ മറാജിഉ ഖബല അസ്സാഅ അത്താസിയ മുവല്ലിഫൻ വാഹിദൻ മിൻ കുല്ലി മിഅത്തിൻ വമുവല്ലിഫിൻ അല കുർസി യമലഹു, ഒരാളും 9 മണിക്ക് മുമ്പ് അയാളുടെ കസേരയിൽ എത്താറില്ല. സുമ്മ ഇന്നഹു റഈസു ദായിറ സഈറ ഫി ഖലാഇൻ ബഅദ ലാ യസ്അലുഹു അഹദുൻ, മാത്രമല്ല അദ്ദേഹം ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും കൂടിയാണ്. അതുകൊണ്ട് ലാ യസ്അലുഹു അഹദൻ ഇൻ ഗാബ ഔ ഹദറ, ആരും ചോദിക്കില്ല എന്താ വരാഞ്ഞത് എന്നത് ചോദിക്കുന്നില്ല. വലാ യജിഹുൽ മുഫത്തിഷു കുല്ല സന മറ, വർഷത്തിലൊരു തവണ പോലും ഇൻസ്പെക്ഷൻ ആൾ വരികയില്ല. വൈൻഹു ജാഅ ഫമാ അക്തറു ഇല്ല അദാരി അല്ലത്തി യതദിറു ബിഹ ഫമാ അക്തറുൽ ഇദാർ അല്ലത്തി യതദിറു ബിഹ, ഇനി മുഫത്തിഷ് വന്നാലോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കും. വൈസറുഹാലേഹി ദ്യാൽ മറ, അതിൽ ഏറ്റവും ചെറുതെന്താ, ആ അസുഖമായതുകൊണ്ടാണ് നേരം വൈകി എന്ന് പറയും. ഒരു ഓഫീസാണ്, ഓഫീസിൽ ഇയാളൊരു ചെറിയ ഹെഡാണ്, ഇവിടെ ആരും സമയത്തിന് മുന്നേ വരാറൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും വരാതിരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു ഇൻസ്പെക്ഷനൊന്നും ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായാൽ തന്നെ അസുഖം എന്ന സ്ഥിരം കാരണം ബോധിപ്പിക്കും. വൈബ്രാസു തഖരീർ മിൻ സദീഖി തബീബ് റസ്മി ബി അന്നഹു മുസാവും ബിൽത്തിഹാബിൽ ഖസബാത്തിൽ ഹാദ്, എന്നിട്ടോ അസുഖമാണെന്ന് ബോധിപ്പിച്ചിട്ട് തൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറേക്ക് എന്നൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. വയഹ്താജു ലറാഹ വ തദാവി സലാസത്തെ അയ്യാമിൻ, അതിൽ ഡോക്ടർ പറയും 3 ദിവസം റെസ്റ്റ് വേണം, റിലാക്സ് വേണമെന്ന്. അപ്പോൾ മെഡിക്കൽ ലീവായി, അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള വേറെ ഒരു കാരണം ബോധിപ്പിക്കലായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഉദ്യോഗസ്ഥൻ്റെ, നമ്മളെ നാട്ടിലല്ലോട്ടോ, എന്നാലും നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക എവിടെയെങ്കിലുമൊക്കെ ബന്ധം കിട്ടുന്നുണ്ടോ എന്ന്. വയതറദ്ദദു നിസ്ഫ സഅബൈന മുബാറഹത്തിൽ ഫിറാഷി അവിൽ ബഖാ ഫിഹി, അരമണിക്കൂറോളമുണ്ട് വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെയും വിരിപ്പിൽ കിടക്കുന്നതിൻ്റെയും ഇടയിൽ. അഥവാ ഒന്ന് ഉണർന്നാൽ തന്നെ അരമണിക്കൂർ അവിടെ തന്നെ കിടക്കും, വേണോ വേണ്ടതെന്ന് വിചാരിച്ചിട്ട്. സുമ്മയു അസിറുൻ നുഹൂൽ ഫയൻസിലു മിൻ ശരീർ, പിന്നെ എഴുന്നേൽക്കാൻ തീരുമാനിക്കും, അങ്ങനെ കട്ടിലിൽ നിന്ന് ഇറങ്ങും. വയം ഷീലൽ മഹ്സല വലമ്യക്കു യുസല്ലി വലായരിഫുസ്സലാത്ത, പിന്നെ കുളിക്കാൻ പോകും, നിസ്കരിക്കൊന്നുമില്ല. ഈ ചങ്ങായിക്ക് നിസ്കാരം എന്താണെന്ന് വലായരിഫുസ്സലാത്ത, അദ്ദേഹത്തിന് നിസ്കാരം എന്താണ് തന്നെ അറിയില്ല. വൈൻകാന മുഅ്തഖിദൻ മുഅ്മിനൻ, വിശ്വാസിക്കാണ്, മുസ്ലിമൊക്കെ തന്നെയാണെങ്കിലും നിസ്കാരം എന്താണെന്നറിയില്ല. ലാ യമീലു ഇലാ ശുയൂഇയ്യത്തിൻ വല സന്ദഖത്തിൻ വല ഇൽഹാദിൻ, അദ്ദേഹം കമ്മ്യൂണിസത്തിലേക്കോ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്കോ ദൈവമില്ല പ്രകൃതിവാദത്തിലേക്കോ ഒന്നും. അപ്പോൾ അദ്ദേഹം ദൈവമില്ല എന്ന് പറയുന്ന വാദമോ യുക്തിവാദമോ അല്ലെങ്കിൽ നിരീശ്വരവാദമോ ഒന്നും അയാൾക്കില്ല. പക്ഷേ അയാൾക്ക് നിസ്കാരം കാര്യങ്ങളൊന്നുമില്ല. സുമ്മയക്കുലുമായക്കുലുഹൂക്കുല്ലയോമിൻ ബിലാ ഷഹിയ വല റഗ്ബ, അങ്ങനെ എഴുന്നേറ്റ് അരമണിക്കൂർ വിരിപ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രീതിയിൽ ഇരുന്ന്, പിന്നെ അവിടുന്ന് കട്ടിലിൽ നിന്ന് ചാടി ഇറങ്ങി പോയി കുളിച്ച്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കും. ബിലാ ഷഹിയ വല റഗ്ബ, പ്രത്യേകിച്ച് വിചാരങ്ങളൊന്നും ഇല്ലാതെ, അഥവാ ആസ്വദിച്ചൊന്നല്ല ഭക്ഷിക്കുക എന്ന് പറയുന്നത്. സുമയൽ ബിസുവയം ലീലാമൽഹി മുത്തബാത്തിയൻ, പിന്നെ വസ്ത്രം ധരിച്ച് സാവധാനം അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് പോകും. ഫയർമി ബിനഫ്സിഹിൽ കുർസി, ഇതൊക്കെ ഭാഷയുടെ ഒരു പ്രയോഗമാണ്. തൻ്റെ ശരീരത്തെ കസേരയിലേക്ക് എറിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ കസേരയിൽ ചെന്നിരിക്കും, ഒരു വേണോ വേണ്ടേ എന്നുള്ള രീതിയിലൊരു ഇരുത്തം. ഫൈൻ ഫാജഹു സാഹിബു ആമലത്തി യന്തളിറു മിന സബാ സജറഹു വസാഹബ് മാതന്തളിർ ഷുഹൽ ഖല്ലദുഖ്. ഫൈൻ ഫാജഹു സാഹിബു മുആമലത്തി, ഇനി ആരെങ്കിലും ഒരാൾ വന്ന് എന്തുകൊണ്ട് ചോദിച്ചാൽ, രാവിലെ മുതലേ വെയിറ്റ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പിന്നെ പറഞ്ഞാൽ സജറഹു വസാഹബ് മാതന്തളിർ ഷുഹൽ ഖലഖ്, എന്തത് ഈ പിന്നെ എത്ര പെട്ടെന്ന് ഇതാവുന്നത്, ഒരു ഉദ്യോഗസ്ഥരെ ചാടിക്കളിക്കലുണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് അതുപോലെ ഷുഹ അൽ ഖില്ലത്തു സൂഖ്, ഇത് മദറില്ലാത്തതാണല്ലോ എന്നൊക്കെ പറയും. വയക്റഉൽ ജറസ് ഫയതൽ വൽ ഖഹ്വ വൽ ജരീദ, അതുപോലെ ബെല്ലടിക്കും, എന്നിട്ട് ഫയത്തുൽ വൽ ഖഹ്വ വൽ ജരീദ, ചായയും പത്രവും കൊണ്ടുവരാൻ പറയും. വയദുൽ ഖാത്തിബ്
അക്കൗണ്ടൻറ്റിനെ വിളിക്കും ജിയോള അലൈഹൽ ഔറാഖലി ഓക്കേഹ എവിടെ ഇന്നത്തെ അതൊക്കെ എവിടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എവിടെ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എവിടെ ഒപ്പുവെക്കണമല്ലോ വൽ കാത്തിബുഹു വല്ലതി യസ്തഗിലു കുല്ല ഷൈൻ അക്കൗണ്ടൻ്റാണ് എല്ലാം എഴുതിണ്ടാക്കുക വൈങ്കാന ഹത്ത് കാൽ കാത്തിബിൽ മസൂലനും ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അയാളെന്നെ ഉത്തരവാദി വാമൽഹു ഹുവാ യുദീലൽ ഔറാഖ് ഇബി ഇംലാഹിൽ കരീം വൈസ്ലിബിൽ ഖഹ്വ ദുഖാൻ ഇയാളെ പണി എന്താ ആ അക്കൗണ്ടൻ്റ് എഴുതിക്കൊണ്ട് വന്ന സാധനത്തിലൊക്കെ ഒന്ന് ഫയൽ വെക്കുക പിന്നെ വന്ന് ചായ കുടിക്കുക പത്രം വായിക്കുക പിന്നെ ദുഖാൻ ഒന്ന് സ്മോക്ക് ചെയ്യുക വയസ്തഖ്ബിൽ അസ്തിഖാഹു ഹത്തായമിൽ ഫയഖൂം വയൂസിൽ കാത്തിബ് ബഖായില അഖി ദവാം ഫയദ്ഹബ് ഇലാ ദാരി ഫയക്കുൽ വേനാം പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ വന്ന് അങ്ങനെ ഇറങ്ങിപ്പോവും പിന്നെ അക്കൗണ്ടൻറ്റിനോട് പറയും ഇവിടെ തന്നെ വേണട്ടാ എന്ന് പറയും ഒക്കെ അയാളെ ഏൽപ്പിക്കും വയക്കുൽ വേന പോയി ഭക്ഷണം കഴിച്ചുറങ്ങും വയഹ്റുജുൽ അഷിയൽ യംഷി ഫിഷാരി വൈകുന്നേരം നടക്കാൻ ഇറങ്ങും അല്ലത് യംഷി ഫി കുല്ലയം ഇദാഹിബം വാ യമ്യാത്തമറ അദ്ദേഹം ഒരു ദിനം 100 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി തന്നെ ആയിരിക്കും ജോലിക്ക് വേണ്ട പോകുന്ന വഴി തന്നെ അങ്ങനെയുണ്ട് ജോലിക്കൊക്കെ വേണ്ടി പോകുമ്പോൾ വാഹനത്തിൽ പോവും എന്നിട്ടോ വൈകുന്നേരം വന്ന് ആ വഴിയിലൂടെ നടന്ന് ആരോഗ്യത്തിന് വേണ്ടി നടക്കും വയറൽ വുജൂഹല്ലത്തി യറാഹക്കുല്ലയോം എന്നും കാണുന്ന മുഖങ്ങളെ കാണുന്നു അൽ ഖായിമ വൽ ഹാക്കിം വ മുദീറുൽ മാൽ വ തബീബ് യൽ അബുമാഹും അത്താവില അവിടെ ഭരണാധികാരിയും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അങ്ങനെയുള്ള ഭാരവാഹികളൊക്കെ അവരെ കൂടെ ഒരേ ടേബിളിൽ കളിക്കാനുണ്ടാവും വയസ്മോയില ഹാദിസിഹിമല്ലത്തി താദുക്കുല്ലയ്യം എന്നും അവർ പറയാറുള്ള വർത്തമാനങ്ങളിലേക്ക് കാതോർക്കും ഹത്തായോക്കുനുമോ ഇതെന്നും അങ്ങനെ ഉറങ്ങാവുന്ന സമയമായ പോകും ഉറങ്ങും ഹാദിഹി സൂറാമിൻ ഹയാത്തി അക്സൽ മോദ്ദിഫിൻ ഇത് തന്നെയാണ് എല്ലാ അധിക ഉദ്യോഗാർത്ഥികളുടെയും ജീവിതത്തിൻ്റെ ഒരു റൗട്ടീൻ എന്ന് പറയുന്നത് അതിലൊരു ഹയാത്തില്ല ഹയാത്തുൻ ലൈസ ഫീഹ ഹയാത്ത് ജീവിതമില്ലാത്തൊരു ജീവിതം വല ഹമാസ വല ഇഹ്തിമാം ബിഷയും പ്രേരണകളോ പരിഗണനകളോ ഇല്ലാത്ത ജീവിതം വലാസായി ഇല ഗായത്തിൻ ഇലസായി ഇല കൗല റാത്ത് ഫി ആഖിരി കുല്ലി ഷഹർ മാസത്തിൻ്റെ അവസാനം സാലറി വാങ്ങുക എന്നല്ല അത് വേറെ ഉദ്ദേശമില്ല പല താലമോനില്ല താലീമല്ലതി യൂസ്ലുഹും ഇലേഹ ആവശ്യമായത് മാത്രമാണ് അവർ പഠിക്കുന്നത് അഥവാ പഠിച്ച് ഒരു ജോലിയിലെത്തിക്കഴിഞ്ഞാൽ ഇത് ഇവിടേക്ക് കമ്പയർ ചെയ്യേണ്ട കേട്ടോ ഇത് ഈജിപ്തിലെ മിസ്രിലെ കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി ഇനി കമ്പയർ ചെയ്യുന്നത് തെറ്റുമല്ല അപ്പോൾ പഠിച്ചതിലപ്പുറം ഒന്നും പഠിക്കാനും തയ്യാറാവില്ല ആ പഠിച്ചു വെച്ചത് കൊണ്ട് എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം അങ്ങനെ ചെയ്ത് മാസം സാലറി പറ്റി പോകുന്ന ഒരു പറ്റം ആളുകളാണ് ഈജിപ്തിലെ മിക്ക ഉദ്യോഗസ്ഥരും എന്നാണ് ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. ശുക്രൻ ജസാക്കുമുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും.